CJPയുടെ അടുത്ത പ്ലാൻ എന്താണ്? രാഷ്ട്രീയ പാർട്ടിയായി മാറും, അതുതന്നെയാണ് ആകാംക്ഷ. ഏതായാലും മുഖ്യ വക്താവ് സൗരവ് ദാസ് 5 മണിക്ക് മാധ്യമങ്ങളെ കാണുന്നുണ്ട്. തീരുമാനമെടുക്കാൻ കുറച്ചു സമയം നൽകണമെന്ന് സ്ഥാപകൻ അഭിജിത് ദീപ്കെ പ്രതികരിച്ചു. പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച ടാസ്ക് ഫോഴ്സിനെ പരിഹസിക്കുകയും ചെയ്തിട്ടുണ്ട്. CJP കേന്ദ്ര സർക്കാരിന്റെ എല്ലാ പദ്ധതികളും പരാജയപ്പെടുന്നതാണ് ഇതുവരെയുള്ള അനുഭവം എന്നാണ് CJP എക്സിൽ കുറിക്കുന്നത്. മാത്രമല്ല ഇന്നിപ്പോൾ ഒരു മുന്നറിയിപ്പും നൽകിയിരിക്കുന്നു CJP. അതിൽ പാലോട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഉറപ്പുകൾ പാലിച്ചില്ലെങ്കിൽ വീണ്ടും തുടർ സമരങ്ങൾ ഉണ്ടാകും എന്നതാണ് CJP ഒരു മുന്നറിയിപ്പായി നൽകുന്നത്. ഈ നീറ്റ് വിഷയത്തിൽ ഒരു ശാശ്വത പരിഹാരം കാണുക, അതല്ലെങ്കിൽ പരീക്ഷാ ക്രമക്കേടുകളിലൊരു ശാശ്വത പരിഹാരത്തിൽ എത്തും വരെ CJP പോരാടാൻ ഉണ്ടാകുമെന്ന് അവർ അറിയിക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ തുടർ നീക്കങ്ങൾ എന്താണ് എന്നതിൽ വലിയ ആകാംക്ഷയുണ്ട്. ഉറപ്പായും ആകാംക്ഷയുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 5 മണിക്ക് മുഖ്യ വക്താവ് സൗരവ് ദാസ് CJPയുടെ അടുത്ത പദ്ധതികൾ പ്രഖ്യാപിക്കാനായി മാധ്യമങ്ങളെ കാണുന്നു എന്നതാണ്. ദില്ലിയിൽ തന്നെയാണ് മാധ്യമങ്ങളെ കാണുന്നത്. എന്താണ് പദ്ധതി? പ്രത്യേകിച്ച് പഞ്ചാബിൽ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് വലിയൊരു വിവാദം ആളിക്കത്തുന്നുണ്ട്. വിഷയത്തിൽ ഇടപെടുമോ എന്ന അഭിജിത് ദീപ്കയോടുള്ള ചോദ്യത്തിന് ഇടപെടും, എന്ത് വിഷയത്തിലും ഈ രൂപത്തിലുള്ളതാണെങ്കിൽ ഇടപെട്ടേക്കും എന്ന മറുപടിയാണ് നൽകിയത്. ഒപ്പം തന്നെ ചിന്തിക്കാനും ആലോചിക്കാനും കുറച്ച് സമയം വേണം എന്ന് അഭിജിത്ത് കഴിഞ്ഞ ദിവസം പ്രതികരിക്കുകയും ചെയ്തിരുന്നു. CJP പ്രതിഷേധത്തിന് പിന്നാലെ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുകയും അതിനെ തുടർന്നാണ് പ്രധാനമന്ത്രി ഒരു ടാസ്ക് ഫോഴ്സിനെ പ്രഖ്യാപിക്കുകയും ചെയ്തത്. ഇൻഫോസിസിന്റെ സഹസ്ഥാപകൻ നന്ദൻ നിലേക്കനിയുടെ നേതൃത്വത്തിലുള്ള ടാസ്ക് ഫോഴ്സിന്റെ നിയമനത്തെ വിമർശിച്ചുകൊണ്ട് CJP ഇന്ന് രംഗത്തെത്തിയിരുന്നു. പലതരം പദ്ധതികൾ നേരത്തെ തന്നെ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പദ്ധതികളെല്ലാം പരാജയപ്പെടുന്നതാണ് നിലവിലെ സാഹചര്യം എന്നുകൂടി പറഞ്ഞു വെക്കുന്നുണ്ട്, പ്രതികരിക്കുന്നുണ്ട് CJP. ഏതായാലും ഇനി എന്താണ് CJP എന്ന ചോദ്യത്തിന് ഇതുവരെ വ്യക്തമായ ഒരു ഉത്തരമില്ല. ഇന്ത്യ മഹാരാജ്യത്ത് എന്തും സംഭവിക്കാം എന്നുള്ളതാണ് ഇപ്പോൾ നേതാക്കൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഒരു രാഷ്ട്രീയ പാർട്ടിയായി രൂപീകരിക്കുന്നതോ ഏതെങ്കിലും തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുന്നതോ സംബന്ധിച്ച് ഇപ്പോൾ തീരുമാനമില്ല എന്നാണ് നേതാക്കൾ പറയുന്നത്. വിനീത, ശരി, ഏതായാലും നമുക്ക് കാത്തിരിക്കാം. 5 മണിക്ക് വാർത്താ സമ്മേളനമുണ്ട്. എന്താണ് CJP വക്താവ് പറയാൻ പോകുന്നതെന്ന്.